ഹലോ, ഇന്ന് നമുക്ക് ചോറിന് നല്ല വൻപയർ ഉലർത്തിയത് ഉണ്ടാക്കിയാലോ? പൊളിയല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം. ഞാനിപ്പോൾ ചട്ടിയുടെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കടുകൊക്കെ ഇതുപോലെ പൊട്ടി തീരാറാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 12 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് വേണ്ടത്, വലിയ ഉള്ളിയല്ല. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരില്ലേ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇടണം. അപ്പോൾ ഇതൊരു 10 അല്ലി വെളുത്തുള്ളി നടുക്കുന്നൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ വഴന്നിട്ടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഇത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അങ്ങനെ കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചുവന്ന മുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചില്ലി ഫ്ലെക്സ് ആവും. അപ്പോൾ അതും കൂടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ എരിവുള്ള മുളക് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നമ്മൾ മുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്, അതായത് വൻപയർ. നമ്മുടെ നാട്ടിലൊക്കെ മമ്പയർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അതൊരു 1/2 കപ്പ് തലേന്ന് രാത്രി പൊതിർത്തി വെച്ചതാണ്. അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ പൊതിർത്തി വെച്ചിട്ട് ഒരു 3-4 വിസിലിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മമ്പയറിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിയൊന്നും വാടുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉപ്പില്ലാണ്ട് വേവിക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 4 വിസിലാണ് ഇത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം നെയ്യിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊരു 3-4 മിനിറ്റ് നെയ്യിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. മമ്പയറും നെയ്യും ഉള്ളിയും ഒക്കെ നല്ലോണം ഒന്ന് ചേരണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കൊരു 3-4 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായി. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വൻപയർ ഉലർത്തിയത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.